ഏറ്റവും കൂടുതൽ റിക്വയർമെന്റ് വരുന്ന ഒരു സെഗ്മെന്റാണ് 30,000 രൂപ റേഞ്ചിനകത്ത് വരുന്ന സ്മാർട്ട് ഫോൺ. ഇപ്പോൾ നമുക്ക് നിലവിലുള്ള 30,000 രൂപയ്ക്കകത്ത് വരുന്ന കിഡിലെ ഒരു പെർഫോമൻസ് ഫോണാണ് ഐക്യൂന്റെ നിയോ 10R എന്ന് പറയുന്ന ഈ മോഡൽ. ഇതിന്റെ 12GB 256GB നമുക്ക് ഏകദേശം 28,000 രൂപയ്ക്ക് കിട്ടും. ഇതാണ് ഫോണിന്റെ ഡിസൈൻ വരുന്നത്. ഒരു ടൈറ്റാനിയം കളറാണിത്. 6.7 ഇഞ്ചിന്റെ സ്ക്രീൻ വരുന്നുണ്ട്. ഇതിനകത്ത് വരുന്ന സ്നാപ്ഡ്രാഗൺ 8s Gen 3 ചിപ്സെറ്റും LPDDR5X റാമും UFS 4.1 സ്റ്റോറേജും വരുന്നുണ്ട്. 256GBക്കകത്ത് 128GB ആകുമ്പോഴത്തേക്ക് UFS 3.1 വരുന്നുള്ളൂ. സോ ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത് എപ്പോഴും 256GB ആണ്. അപ്പോൾ നിങ്ങൾക്ക് UFS 4.1 വരുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ നടക്കും. അതുകൊണ്ട് ഗെയിമിംഗ് ഒക്കെ അതിന്റെ പീക്കിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. പിന്നെ അറിയാം 128GB ഇന്റർണൽ സ്റ്റോറേജ് കൊണ്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് 144 ഹെഡ്സിന്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. വളരെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിന്നായിട്ടുള്ള ബെസലാണ് വരുന്നത്. 4500 പീക്ക് ബ്രൈറ്റ്നസും കാണിക്കുന്നത്. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും ഐക്കോ എന്ന് പറയുന്ന വിവോയുടെ പെർഫോമൻസ് കാറ്റഗറിയിൽ വരുന്ന ഫോണാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു വേപ്പർ കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, ഹീറ്റിംഗ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല 6400 mAh ഒരു ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. സോ പവറിന്റെ കാര്യത്തിലുള്ള ടെൻഷൻ വേണ്ട. ഈസി ആയിട്ട് ഒരു ലോങ് ഡേ നമുക്ക് ബാറ്ററി ഈസി ആയിട്ട് നിന്നോളൂ. 80 വാട്ട്സിന്റെ ഒരു അഡാപ്റ്ററും കേബിളും ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആവുകയും ചെയ്യും. ഗെയിമിംഗിലാണ് ഈ ഫോൺ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളതും. എന്നാലും മോശമില്ലാത്തൊരു ക്യാമറയും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിന്റെ സോണിയുടെ സെൻസർ വരുന്ന ഒരു ക്യാമറയാണ് വരുന്നത്. 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയും വരുന്നുണ്ട്. 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. മോശമില്ലാത്ത ക്യാമറ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. എന്നിരുന്നാൽ പോലും പോർട്രേറ്റ് മോഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിനകത്തൊക്കെ എഡ്ജിന്റെ ഭാഗത്തൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതുപോലെ എഡ്ജ് ട്രാക്ക് ചെയ്യുന്നതിനകത്തൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അതൊക്കെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനകത്ത് മേ ബി ക്ലിയർ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. സ്റ്റിൽ മെയിൻ ക്യാമറയിൽ നോർമൽ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഔട്ട് കിട്ടുന്നുണ്ട്. IP65 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. ഇൻസ്ക്രീൻ ഫിംഗർ പ്രിന്റ് വരുന്നുണ്ട്. 3 വർഷത്തെ OS അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് ഐക്യൂ ഇതിന് കൊടുക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയാം വിവോയുടെ സർവീസ് സെന്ററിൽ തന്നെയാണ് ഐക്യൂന്റെ സർവീസ് നമുക്ക് കിട്ടുന്നത്. മോശമില്ലാത്ത കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല സർവീസാണ് അവിടുന്ന് കിട്ടുന്നത്. സോ 30,000 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് നല്ലൊരു പെർഫോമൻസ് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു മോഡലാണ് ഐക്യൂന്റെ നിയോ 10R.